നമസ്കാരം, മദർ ന്യൂസിലേക്ക് സ്വാഗതം. നമുക്ക് നോക്കാം നിങ്ങളുടെ എനർജി. ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങളുടെ എനർജി പൂർണ്ണമായും കാർഡ്സിന് നൽകുക. പ്ലീസ് ഗൈഡ് മീ മദർ ന്യൂസ്. നിങ്ങളുടെ ഉള്ളിൽ ഷാഡോ സെൽഫ് ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നതായിട്ടുള്ള സത്യം എന്താണ്? പ്ലീസ് ഗൈഡ് മീ മദർ ന്യൂസ്. എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ വ്യൂസിൻ്റെ ഉള്ളിൽ ഷാഡോ സെൽഫ് ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നതായിട്ടുള്ള സത്യം എന്താണ്? പ്ലീസ് ഗൈഡ് മീ മദർ ന്യൂസ്. യൂണിവേഴ്സിൻ്റെ ശക്തമേറിയ എനർജിയിൽ ചോദിക്കുന്നു, എന്താണ് ആ സത്യം? ഓക്കെ, ഓവറോൾ വന്നിരിക്കുന്നത് 8 ഓഫ് കപ്പിൻ്റെ എനർജിയാണ്. ചില കാര്യങ്ങൾ ഉപേക്ഷിച്ച് പോകുവാൻ നിങ്ങളുടെ മനസ്സ് തയ്യാറാകുന്നില്ല. അതൊരു പക്ഷേ സാഹചര്യമായിരിക്കാം, പഴയകാല നിങ്ങളെ വേദനിപ്പിച്ചതായിട്ടുള്ള ചില സിറ്റുവേഷനെ ആയിരിക്കാം. അതിൽ നിന്നും പൂർണ്ണമായും വിട്ട് മുന്നോട്ട് പോകുവാൻ നിങ്ങൾ ഭയപ്പെടുന്നതായിട്ട് കാണുന്നുണ്ട്. ഇതാണ് നിങ്ങളിൽ നിന്നും ഷാഡോ സൈഡ് ഒളിപ്പിച്ചു വെക്കുന്നത്. അല്ലെങ്കിൽ ഗ്രഹണം അവസാനിപ്പിച്ച് നിങ്ങളുടെ ജീവിതം ഒരു പ്രകാശമാക്കി മാറ്റുന്നതിനോ ഇവിടെ ഒരു ബ്ലോക്കേജ് വന്നിരിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. മാറേണ്ട സമയമായിട്ടും ആ ഒരു മാറ്റത്തിന് നിങ്ങളുടെ മനസ്സിനെ വിട്ടുകൊടുക്കാതെ അതിനെ തടഞ്ഞു വെച്ചിരിക്കുന്നതായിട്ടുള്ള ഒരു സിറ്റുവേഷനെയാണ് ഇവിടെ കാണുന്നത്. ഓക്കെ, അടുത്തതായി വന്നിരിക്കുന്നത് ജസ്റ്റിസ് ആണ്. ജസ്റ്റിസ് എന്ന് പറയുമ്പോഴത്തേക്ക് നീതി നിങ്ങളോട് കാണിക്കുന്നില്ല, മറ്റുള്ളവരോടെല്ലാം നിങ്ങൾ നീതി കാണിക്കുന്നു, അവർക്ക് വേണ്ടതായിട്ടുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾ ചെയ്തു കൊടുക്കുന്നു. പക്ഷെ സ്വന്തം ആത്മാവിനോട് അനീതി പ്രവർത്തിക്കുന്നതായിട്ടുള്ള ചില കർമ്മകൾ നിങ്ങളുടെ ഭാഗത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നതായി കാണുന്നു. നിങ്ങളെ തന്നെ വേദനിപ്പിക്കുക, നിങ്ങളെ റെസ്പെക്റ്റ് ചെയ്യാതിരിക്കുക, സെൽഫ് ലവ് ചെയ്യാതിരിക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങൾ. മറ്റുള്ളവരെ നിങ്ങൾ സ്നേഹിക്കുന്നുണ്ട്, മറ്റുള്ളവർക്ക് വേണ്ടി നിങ്ങൾ എന്തും ചെയ്യാൻ തയ്യാറാകുന്നുണ്ട്, അവർക്ക് വേണ്ടിയിട്ട് എത്ര വേണമെങ്കിലും കരയാൻ തയ്യാറാകുന്നുണ്ട്, അവർ വരുന്നിടം വരെയും നിങ്ങൾ വെയിറ്റ് ചെയ്യാൻ തയ്യാറാകുന്നുണ്ട്. പക്ഷേ ഒരിക്കൽ പോലും നിങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾ നിൽക്കുന്നില്ല എന്നുള്ളത് ഇവിടെ ഷാഡോ സൈഡ് കാണിക്കുന്നുണ്ട്. ആത്മാവിനെ വേദനിപ്പിച്ചുകൊണ്ടിരിക്കുക എന്ന് പറയുന്നത് വളരെ പാപമാണ്. കേട്ടിട്ടുണ്ടല്ലോ, ഈ ആത്മാവ് അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്നത് വളരെ പാപമായിട്ടുള്ള കാര്യമാണ് എന്നുള്ളത്. നിങ്ങളുടെ ആത്മാവ് ഇരിക്കുമ്പോൾ മാത്രമല്ല ആത്മാവുള്ളത്, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ നമ്മുടെ ഉള്ളിൽ ഒരു ആത്മാവുണ്ട്. ആ ആത്മാവിനെ നിരന്തരം കരയിപ്പിക്കുകയും ആഹാരം കഴിക്കാതെയും നമ്മുടെ റിലേഷനുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ ജോലി സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിലോ നമ്മളെ തന്നെ നമ്മൾ വേദനിപ്പിച്ചു കൊണ്ടിരിക്കുന്ന ഒരവസ്ഥ, ഒരു കുഞ്ഞിനെ പോലെ നമ്മുടെ ഉള്ളിൽ ആത്മാവ് പേടിച്ചിരിക്കുന്ന അവസ്ഥകൾ ഉണ്ടാകുന്നു. അത് വലിയൊരു കർമ്മയിലേക്ക് കടന്നു പോകും. അതുകൊണ്ട് നിങ്ങൾ ഈ ഒരു നിമിഷം, ഈ റീഡിങ് നിങ്ങളുടെ മുമ്പിൽ എപ്പോഴാണോ എത്തുന്നത് ആ സമയം തന്നെ നിങ്ങൾ തീരുമാനമെടുക്കുക. നിങ്ങളുടെ ആത്മാവിനെ നിങ്ങൾ സന്തോഷിപ്പിക്കും, സെൽഫ് ലവ് ചെയ്യും. നിങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങളുണ്ടെങ്കിൽ മാത്രമേ മറ്റുള്ളവർക്ക് വേണ്ടി നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ആദ്യം പ്രൊട്ടക്റ്റ് ചെയ്യേണ്ടത് നിങ്ങളുടെ മാനസിക ആരോഗ്യത്തെയും നിങ്ങളുടെ ശാരീരികത്തെയാണ് പ്രൊട്ടക്റ്റ് ചെയ്യേണ്ടത്. അതിനുശേഷം നിങ്ങൾക്ക് ചുറ്റുമുള്ള ആൾക്കാരെ കൂടി സംരക്ഷിക്കാൻ നിങ്ങൾക്ക് സാധിക്കും. നിങ്ങൾ തളർന്നു പോയൊരു വ്യക്തിയാണെങ്കിൽ നിങ്ങളുടെ ചുറ്റിനുള്ള ഒന്നിനെയും നിങ്ങൾക്ക് കെയർ ചെയ്യുവാനോ സ്നേഹിക്കുവാനോ സംരക്ഷിക്കുവാനോ നിങ്ങൾക്ക് സാധിക്കത്തില്ല. അതുകൊണ്ട് തന്നെ പ്രപഞ്ചം പറയുന്നത് നിങ്ങളുടെ ആത്മാവിനെ സന്തോഷിപ്പിക്കുക, നിങ്ങളെ തന്നെ സ്നേഹിക്കുക എന്ന് പറയുന്നുണ്ട്. ഷാഡോ സൈഡ് അത് മറച്ചു വെക്കുന്നതായി ഇവിടെ കാണിക്കുന്നുണ്ട്. രണ്ടാമതായി വന്നിരിക്കുന്നത് 2 ഓഫ് പെൻറ്റിക്കിളിൻ്റെ എനർജിയാണ്. നിങ്ങൾ ചില കാര്യങ്ങൾ ബാലൻസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് പുറമേ ഞാൻ ഓക്കെയാണ്, ഞാൻ ഇതെല്ലാം മാനേജ് ചെയ്തോളും, എനിക്ക് പ്രശ്നങ്ങളൊന്നുമില്ല എന്ന് പറഞ്ഞ് നിങ്ങൾ അതിനു വേണ്ടി നിങ്ങളുടെ ലൈഫിൽ ഒരു നല്ല ശതമാനവും നിങ്ങൾ എഫേർട്ട് ഇടും. ഇപ്പോൾ വിദേശത്തൊക്കെ ആയിരിക്കുന്ന വ്യക്തികൾ വർഷങ്ങളായിട്ട് തൻ്റെ കുടുംബത്തെയും അല്ലെങ്കിൽ നല്ല ബന്ധുക്കളെയും ഒക്കെ വിട്ട് വർഷങ്ങളോളം ജീവിതത്തിൻ്റെ നല്ലൊരു ഭാഗവും അന്യനാട്ടിൽ കിടന്ന് മരുഭൂമിയിൽ കഷ്ടപ്പെട്ട് ജീവിക്കുന്നതായിട്ടുള്ള സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ട്. കുഴപ്പമില്ല, ഞാൻ ബാലൻസ് ചെയ്തോളാം എന്ന് പറയുമ്പോഴും ഉള്ളിൻ്റെ ഉള്ളിൽ ജീവിതത്തിൽ എപ്പോഴാണ് ഈ ബാലൻസൊക്കെ തെറ്റി ഞാൻ വീണു പോകുന്നത് എന്നുള്ള കാര്യത്തിൽ നിങ്ങൾ ഭയപ്പെടുന്നുണ്ട്, ഉള്ളിൻ്റെ ഉള്ളിൽ ഭയപ്പെടുന്നുണ്ട്. പക്ഷേ പുറമേ നിങ്ങൾ നിങ്ങളുടെ കുടുംബത്തിന് വേണ്ടിയോ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന വ്യക്തികൾക്ക് വേണ്ടിയിട്ടോ ജോലി സ്ഥാപനങ്ങൾക്ക് വേണ്ടിയിട്ടോ നിങ്ങളത് സാരമില്ല, എന്നെക്കൊണ്ട് ഇത് കഴിയുമെന്ന് പുറമേ കാണിച്ച് മുന്നോട്ട് പോകുന്നത് വളരെ നിങ്ങളുടെ ആത്മാവിനെ വേദനിപ്പിക്കുന്നതായിട്ടുള്ള എനർജിയാണ് ഇവിടെ കാണിക്കുന്നത്. അപ്പം ബാലൻസ് ചെയ്ത് മുന്നോട്ട് പോകുവാൻ നിങ്ങളുടെ ഷാഡോ സൈഡ് നിങ്ങളെ പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കുന്നതായി കാണുന്നു. മറ്റുള്ളവരെ തൃപ്തിപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് പലപ്പോഴും തങ്ങളുടെ ആഗ്രഹങ്ങളെയും തങ്ങളുടെ സന്തോഷങ്ങളെയും അടിയറവ് വയ്ക്കുന്നതായിട്ടുള്ള ഒരു സിറ്റുവേഷൻ ഉണ്ടായി പോകുന്നു. ശാരീരികമായും മാനസികമായും തളർന്നു പോകുന്ന അവസ്ഥകൾ ഉണ്ടായി പോകുന്നു. അപ്പം ഈ കാരണങ്ങളൊക്കെയാണ് നമ്മളുടെ ഷാഡോ സൈഡ് ഇതിൽ നിന്നെല്ലാം പുറത്തു വരാൻ സാധിക്കാതെ നമ്മൾ പുറമേ കാണിക്കുന്ന ഒന്ന്, നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നമ്മുടെ ആത്മാവ് ഞരങ്ങുന്നത് മറ്റൊന്ന്, പക്ഷേ അത് പുറത്ത് കാണിക്കത്തില്ല.
ശാരീരികമായോ മാനസികമായോ ഓക്കെ അല്ലെങ്കിൽ പോലും ഞാൻ ഓക്കെയാണ്, എനിക്ക് ഒരു പ്രശ്നവുമില്ല, ഞാൻ ഏത് സാഹചര്യത്തിലും മുന്നോട്ട് പോകും എന്ന് പറഞ്ഞ് നമുക്ക് ചുറ്റുമുള്ളവരുടെ മുമ്പിൽ ഞാൻ ഹാപ്പിയാണെന്ന് പ്രകടിപ്പിച്ചു കൊണ്ട് നിൽക്കുന്നതായിട്ടുള്ള ഒരു സിറ്റുവേഷൻ. അതിൽ നമുക്ക് കുഴപ്പമില്ല, നമ്മൾ മറ്റുള്ളവരുടെ അടുത്ത് നമ്മുടെ ദുഃഖങ്ങൾ ഷെയർ ചെയ്യേണ്ട കാര്യമില്ല. പക്ഷേ സ്വന്തം ആത്മാവിനെ വഞ്ചിച്ചുകൊണ്ട് ചെയ്യരുത്. നിങ്ങൾ ദുഃഖമാണെങ്കിൽ അതിൽ നിന്നെല്ലാം പുറത്തു വരുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾ എഫേർട്ട് ഇടേണ്ടതായിട്ടുണ്ട്. അല്ലാതെ അതിനെ സഹിച്ച് മുന്നോട്ട് പോകുന്നതല്ല. ആത്മാവിനെ സന്തോഷിപ്പിക്കേണ്ട ഉത്തരവാദിത്വം നിങ്ങൾക്ക് തന്നെയാണ് ഉള്ളതെന്ന് പ്രപഞ്ചം ഇവിടെ പറയുന്നുണ്ട്. പ്ലീസ് കിഡ്മി മദറീനോസ്, നിങ്ങളുടെ ജീവിത വിജയത്തെ തടസ്സപ്പെടുത്തുന്നതായിട്ടുള്ള എന്ത് കർമ്മയാണ് നിലവിലുള്ളത്? പ്ലീസ് കിഡ്മി മദറീനോസ്, ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങളുടെ എനർജിയെ പൂർണ്ണമായും നൽകുക. ജീവിത വിജയത്തെ, നിങ്ങളുടെ ജീവിതത്തിൻ്റെ മുന്നോട്ടുള്ള യാത്രയെ തടസ്സപ്പെടുത്തുന്നതായിട്ടുള്ള എന്ത് കർമ്മയാണ് നിങ്ങളിലുള്ളത്? ഓക്കെ, പ്ലീസ് കിഡ്മി മദറീനോസ്, യൂണിവേഴ്സിൻ്റെ ശക്തമേറിയ എനർജിയിൽ ചോദിക്കുന്നു. ഫസ്റ്റ് വന്നിരിക്കുന്നത് ഫാമിലിയാണ്. ഫാമിലിയുമായിട്ടുള്ള ഒരു സന്തോഷത്തെ നമ്മൾ ഇഗ്നോർ ചെയ്യുന്നുണ്ടെങ്കിൽ പ്രപഞ്ചം നൽകുന്നതായിട്ടുള്ള ഒരു ബ്ലെസ്സിങ് ആണ് നമ്മളുടെ കുടുംബജീവിതം എന്ന് പറയുന്നത്. ഇപ്പം ഹസ്ബൻഡ് ആൻഡ് വൈഫ് സെപ്പറേറ്റ് ആയവർ കാണും. ഇപ്പം നമ്മൾ ആരോടൊപ്പമാണോ, എവിടെയാണോ, എന്താണോ ഈ ഒരു നിമിഷം നമ്മളോടുള്ളത്, അവിടെ നമ്മൾ സന്തോഷമായി ഇരിക്കുക എന്നാണ് പ്രപഞ്ചം പറയുന്നത്. നമുക്ക് എത്രത്തോളം സന്തോഷം മറ്റുള്ളവർക്ക് കൊടുക്കുവാനും സ്വയം സന്തോഷിച്ചെങ്കിൽ മാത്രമേ മറ്റുള്ളവർക്ക് സന്തോഷം കൊടുക്കാൻ സാധിക്കുകയുള്ളൂ. ഇപ്പോൾ ഒഴിഞ്ഞിരിക്കുന്ന ഒരു കുടം, അതിൻ്റെ അകത്ത് എംറ്റി ആണ്, ഒന്നുമില്ല. ആ ഒരു സമയത്ത് ആ കുടത്തിന് നിറഞ്ഞു കവിയാൻ സാധിക്കില്ല. എപ്പോഴാണോ ആ കുടത്തിൽ വെള്ളം ആവശ്യത്തിലധികം ഉണ്ടാകുന്നത്, ആ സമയത്താണ് അത് നിറഞ്ഞു കവിഞ്ഞ് മറ്റു സ്ഥലങ്ങളിലേക്ക് ചെന്നെത്തുന്നത്. പലപ്പോഴും നിങ്ങൾക്ക് കുടുംബത്തിന് കൊടുക്കുന്ന സ്നേഹം, സന്തോഷം, നിങ്ങളുടെ ഉള്ളിൽ ശൂന്യമായിരിക്കുമ്പോൾ, നിങ്ങളുടെ ആത്മാവ് സന്തോഷിക്കാതെ അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ പ്രശ്നങ്ങളൊക്കെ മനസ്സിൽ വെച്ചുകൊണ്ട് അല്ലെങ്കിൽ വിട്ടുകളയാൻ സാധിക്കാത്തതായിട്ടുള്ള പഴയ കാര്യങ്ങളെല്ലാം മനസ്സിൽ നിലനിർത്തിക്കൊണ്ട് നിങ്ങൾ നിൽക്കുന്ന അവസ്ഥയിൽ മനസ്സൊരിക്കലും നിറഞ്ഞു കവിയുന്ന ഒരു സ്നേഹം, സന്തോഷം ഉണ്ടാകില്ല. അതുകൊണ്ട് തന്നെ പ്രപഞ്ചം പറയുന്നത്, എപ്പോഴാണോ നമ്മൾ സെൽഫ് ലവ് ചെയ്ത് നമ്മൾ സ്നേഹത്താൽ നിറയുന്നത്, നമ്മളോട് തന്നെ നമ്മൾ സ്നേഹം കൊണ്ട് നിറയ്ക്കുമ്പോഴാണ് ആ സ്നേഹം നമ്മുടെ ചുറ്റുമുള്ള നമ്മുടെ ബന്ധുക്കളിലേക്കും ഫാമിലിയിലേക്കും ഒക്കെ പടർന്നു ചെല്ലുന്നതെന്ന് ഇവിടെ കാണിക്കുന്നുണ്ട്. ഇപ്പം നമുക്ക് വരുന്നതായിട്ടുള്ള നമ്മുടെ അനുഗ്രഹത്തിന് തടസ്സമായിരിക്കുന്നത് നമുക്ക് കുടുംബത്തിന് കൊടുക്കാവുന്ന സ്നേഹം അത് പൂർണ്ണതയിലേക്ക് എത്തുന്നില്ല എന്നാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, ഇവിടെ നൈറ്റ് ഓഫ് സോഡിൻ്റെ എനർജി, ഇത് എല്ലാവർക്കും റെസനേറ്റ് ആകത്തില്ല. റെസനേറ്റ് ആകുന്നവർ മാത്രം എടുക്കുക. എടുത്തുചാട്ടം നമുക്ക് പലപ്പോഴും ചില കാർമിക് സിറ്റുവേഷൻ നമുക്ക് ഉണ്ടാക്കുന്നുണ്ട്. ഓക്കെ, നമ്മൾ ചിന്തിക്കുന്നതിന് മുമ്പ് അല്ലെങ്കിൽ പ്രതികരിക്കുന്ന സ്വഭാവം കൂടുതലായിട്ട് വരുന്നുണ്ട്. ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് നമ്മൾ കൃത്യമായിട്ട് ഇരുന്ന് ചിന്തിക്കുന്നതിന് പകരം അത് കേട്ട പാതി കേൾക്കാത്ത പാതി നമ്മൾ ചില ആക്ഷൻ എടുക്കുന്നു. ആ ആക്ഷൻ എടുക്കുന്നതിൻ്റെ ഫലമായിട്ട് ചിലപ്പോൾ നമുക്ക് റിലേഷൻഷിപ്പിൽ സക്സസ് നഷ്ടപ്പെട്ടു പോകും, സാമ്പത്തികപരമായിട്ട് നഷ്ടങ്ങൾ വരും, ശാരീരികമായും മാനസികമായും തകർച്ചകൾ ഉണ്ടാകും. ഇത് നിങ്ങളുടെ ജീവിതത്തിൽ വലിയ ഒരു കർമ്മ കൊണ്ടുവരുന്നതിന് കാരണമാകുന്നു. ശക്തിയോടെയാണോ നമ്മൾ ഒരു ചുവരിലേക്ക് റബ്ബർ ബാൾ എറിയുന്നത്, അത്രത്തോളം ശക്തിയോടെ, അതിലേറെ ശക്തിയോടെ അത് തിരിച്ച് നമ്മളിലേക്ക് തന്നെ വരുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. ബ്ലെസ്സിങ്ങിന് തടസ്സമായിരിക്കുന്ന കർമ്മ എന്താണ്? നമ്മളിലുള്ള കർമ്മയെക്കുറിച്ചാണ് പറയുന്നത്. പലപ്പോഴും നമ്മൾ ചിന്തിക്കും, ഞാനാണ് എല്ലാം, ഞാനില്ലെങ്കിൽ ഇവിടെ ഒന്നും നടക്കില്ല എന്ന് ചിന്തിക്കും. പക്ഷേ നമ്മൾ മരിച്ചു പോയാൽ, ഇന്നത്തെ ദിവസം ഞാൻ മരിച്ചു പോയിരുന്നാലും നാളെയും സൂര്യൻ ഉദിക്കും, ആഹാരം കഴിക്കും, ആൾക്കാരെല്ലാം യാത്രകൾ ചെയ്യും. ഓക്കെ, അത് 2-3 ദിവസം കഴിയുമ്പോൾ അവരവരുടെ ആഹാരങ്ങളെ കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ട് ഓരോ കാര്യങ്ങൾക്ക് സ്റ്റെപ്പ് വയ്ക്കും, അവർ വീണ്ടും ഉയർത്തെഴുന്നേൽക്കും. ഇതൊരു ജീവിതത്തിൻ്റെ ഒരു മാറ്റമാണ്. ഏതൊരു സാഹചര്യത്തിലാണെങ്കിലും ആ സാഹചര്യത്തെ അതിജീവിക്കാൻ മനുഷ്യൻ പ്രാപ്തനാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇതിൻ്റെ എല്ലാ ഓവറോളും നമ്മളാണ് എന്ന് ചിന്തിച്ച് നമ്മൾ അഹങ്കരിക്കുന്നതിന് പകരം പ്രപഞ്ചത്തിനോട് ഗ്രാറ്റിറ്റ്യൂഡ് കൊടുത്തുകൊണ്ട് മുന്നോട്ട് പോകുക എന്നാണ് പ്രപഞ്ചം ഇവിടെ പറയുന്നത്. നമുക്ക് കിട്ടുന്ന എല്ലാ കാര്യങ്ങളും യൂണിവേഴ്സിൻ്റെ ഒരു ദാനം മാത്രമാണ്. ശ്വാസം ഒന്ന് നിന്ന് പോയാൽ, കുറച്ച് നേരം നമ്മളതൊന്ന് മൂക്കൊന്ന് പൊത്തി വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കിടന്ന് പിടയും, അല്ലെ, മീൻ പിടയുന്നത് പോലെ നമ്മൾ കിടന്ന് പിടയും. എത്ര വലിയ ഗുണ്ടെന്ന് പറഞ്ഞിരുന്നാലും അവർക്ക് BP ഒന്ന് ഫോൾ ആയി കഴിഞ്ഞാൽ അല്ലെങ്കിൽ നല്ലൊരു ഡയറിയ വന്നു കഴിഞ്ഞാൽ അവരുടെ ആ ഒരു പ്രശ്നങ്ങളെല്ലാം മാറി, എല്ലാ വീര്യങ്ങളും നഷ്ടപ്പെട്ട് അവർ ഒതുങ്ങിക്കൂടി ഇരിക്കും. എന്ന് വെച്ച് കഴിഞ്ഞാൽ മനുഷ്യൻ എത്ര ശക്തനാണെന്ന് പറഞ്ഞിരുന്നാലും നമ്മൾ ഒന്നുമല്ല എന്ന് കാണിക്കുന്നതിന് വേണ്ടി പ്രപഞ്ചം ചില കാര്യങ്ങൾ നമ്മുടെ മുമ്പിലേക്ക് കൊണ്ടുവരും എന്നാണ് ഇവിടെ പറയുന്നത്. അതുകൊണ്ട് തന്നെ ഉള്ള നിമിഷത്തിൽ, ഉള്ള ആരോഗ്യത്തിൽ, ഉള്ള സമ്പാദ്യത്തിൽ ഗ്രാറ്റിറ്റ്യൂഡ് പറഞ്ഞ് മുന്നോട്ട് പോകുക എന്ന് യൂണിവേഴ്സ് ഇവിടെ പറയുന്നുണ്ട്.
ഓക്കെ. ഇവിടെ 4 ഓഫ് സോഡിൻ്റെ എനർജി വന്നിരിക്കുന്നു. നേരത്തെ നമ്മൾ നോക്കിയതുപോലെ തന്നെയാണ് പലപ്പോഴും നമ്മളുടെ കർമ്മകളിൽ നമ്മൾ ഭയപ്പെട്ട് നമ്മൾ ചെയ്തു പോയ തെറ്റുകളെ വീണ്ടും വീണ്ടും അയ്യോ ഞാനത് ചെയ്തു പോയല്ലോ, ഞാൻ ഇങ്ങനെ ചെയ്തു പോയല്ലോ, അതിൽ കുറ്റബോധം വേറി അതിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കാതെ വീണ്ടും വീണ്ടും മനസ്സിനെ സ്വയം വേദനിപ്പിച്ച് നിൽക്കുന്നതായിട്ടുള്ളൊരു സിറ്റുവേഷൻ, അത് വളരെ വലിയ ഒരു കർമ്മയായിട്ടാണ് കാണിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ചെയ്ത തെറ്റുകൾ നിങ്ങൾ റിലീസ് ചെയ്യുക എന്നാണ് പറയുന്നത്. നമ്മളെല്ലാവരും തെറ്റുകുറ്റങ്ങൾ ചെയ്യുന്നവരാണ്. ഓക്കെ, ഞാൻ അറിയാതെ അത് ചെയ്തു പോയി, സ്വാഭാവികമാണ്. മനുഷ്യർ അറിഞ്ഞോ അറിയാതെ ചെയ്യുന്നതായിട്ടുള്ള തെറ്റുകുറ്റങ്ങൾ. പക്ഷേ അത് ഇനി ആവർത്തിക്കാതിരിക്കുക, അതിൻ്റെ പേരിൽ സ്വയം ശിക്ഷിക്കുന്നത് അവസാനിപ്പിക്കുക. നമുക്കുള്ള കർമ്മ എന്തായാലും നമ്മുടെ ലൈഫിൽ വന്നു ചേരും. പക്ഷേ അതിനു മുമ്പ് നമ്മൾ നിരന്തരമായി നമ്മളുടെ ആത്മാവിനെ നമ്മൾ വേദനിപ്പിച്ചു കൊണ്ടിരിക്കാതെ നമ്മൾ ചെയ്തു പോയ തെറ്റ് കുറ്റങ്ങൾ ഏറ്റുപറഞ്ഞ് നമ്മുടെ മുന്നോട്ടുള്ള ഓരോ പ്രവർത്തനങ്ങളും അത് നല്ലതാക്കി തീർത്തു കഴിഞ്ഞാൽ നിലവിലുള്ള ആ ഒരു പ്രശ്നത്തെ ഡൈല്യൂട്ട് ചെയ്ത് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. ഇതിപ്പം നമ്മൾ തന്നെ നമ്മളെ സ്വയം ശിക്ഷിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയും നമ്മുടെ ജീവിതം പൂർണ്ണ ഇരുട്ടിലേക്ക് പോവുകയും ചെയ്യുമ്പോൾ നമ്മൾ പൂർണ്ണ കർമ്മയിലായിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൽ നിന്നെല്ലാം റിലീസാകാനാണ് പ്രപഞ്ചം പറയുന്നത്. ഓക്കെ, ഈ ഒരു സിറ്റുവേഷനിൽ നിന്നും എല്ലാം നിങ്ങൾ വിജയത്തോടു കൂടി ആത്മധൈര്യത്തോടു കൂടി മുന്നോട്ട് വരിക. മുന്നോട്ട് വന്നെങ്കിൽ മാത്രമാണ് ആ ഒരു ഗുഡ് ലക്ക് പ്രപഞ്ചം നിങ്ങൾക്ക് വേണ്ടിയിട്ട് കാത്തു വച്ചിരിക്കുന്നത്. ആവശ്യമില്ലാത്ത പല കാര്യങ്ങളെക്കുറിച്ച് ചിന്തിച്ച് നിങ്ങളുടെ ഊർജത്തെ നശിപ്പിച്ച് കളയാതെ കോൺഫിഡൻസോടുകൂടി നിങ്ങളുടെ പ്രതികൂല സാഹചര്യങ്ങൾ നിങ്ങളെ അലട്ടുന്നതായിട്ടുള്ള പല പ്രശ്നത്തെയും പോരാടി ജയിക്കുക. ജീവിതത്തിൽ നിങ്ങൾക്ക് സ്ട്രെങ്ത് ഉണ്ടാകും. നിങ്ങളുടെ ജീവിതം ഏറ്റവും നിങ്ങളിപ്പോൾ ഭയപ്പെടുന്നതായിട്ടുള്ള എന്ത് സിറ്റുവേഷൻ ആണെങ്കിലും അതിനെയെല്ലാം അതിജീവിച്ച് നിങ്ങൾക്ക് ധൈര്യത്തോടു കൂടി മുന്നോട്ട് പോകുവാൻ സാധിക്കുമെന്ന് തന്നെയാണ് പ്രപഞ്ചം ഇവിടെ പറയുന്നത്. വളരെ പോസിറ്റീവായിട്ടുള്ള റീഡിംഗ് ആണ് പ്രപഞ്ചം ഇതിലൂടെ നിങ്ങൾക്ക് നൽകുന്നത്. ഓക്കെ, പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. യൂണിവേഴ്സിൻ്റെ ശക്തമേറിയ എനർജിയിൽ ചോദിക്കുന്നു, പ്രപഞ്ചം നിങ്ങൾക്ക് നൽകുന്നതായിട്ടുള്ള ഗിഫ്റ്റ് എന്താണ്? പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. എന്നെ കണ്ടുകൊണ്ടിരിക്കുന്നതായിട്ടുള്ള എൻ്റെ വ്യൂസിന് പ്രപഞ്ചം നൽകുന്നതായിട്ടുള്ള ഗിഫ്റ്റ് എന്താണ്? ഓക്കെ, ഇതിലൊരു കാർഡ് സെലക്ട് ചെയ്യുക പ്രാർത്ഥിച്ചതിന് ശേഷം. ഓക്കെ, പ്രപഞ്ചം നിങ്ങൾക്ക് നൽകുന്നതായിട്ടുള്ള ഗിഫ്റ്റ് എന്താണ്? എന്ത് ഗിഫ്റ്റാണ് എൻ്റെ വ്യൂസിന് പ്രപഞ്ചം നൽകുന്നത്? ഓക്കെ, 2 കാർഡാണ്. ഒരു കാർഡ് സെലക്ട് ചെയ്യുക, ഫസ്റ്റ് സെക്കൻഡ്. സെലക്ട് ചെയ്തതെന്ന് വിശ്വസിക്കുന്നു. ഒന്നാമത്തെ കാർഡാണ് നിങ്ങൾ സെലക്ട് ചെയ്തതെങ്കിൽ പ്രപഞ്ചം നിങ്ങളോട് പറയുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ എന്തൊക്കെയാണോ നിങ്ങൾ അനുഭവിച്ചത് അതിൻ്റെ കൂലിയും പ്രതിഫലവും തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ തിരിച്ചെത്തിയിരിക്കും. അത് നിങ്ങൾക്കുള്ള അനുഗ്രഹമായിട്ട് നിങ്ങളുടെ കുടുംബ ജീവിതത്തിൻ്റെ നിങ്ങൾ ഏത് സിറ്റുവേഷനിലാണോ ഒരുപാട് പെയിൻ അനുഭവിച്ചത്, എവിടെയാണോ അപമാനം സഹിച്ചത്, അവിടെ നിന്ന് നിങ്ങളെ ഉയർത്തി മാനിക്കുന്നതായിട്ടുള്ള ഒരു എനർജിയാണ് വരുന്നത്. നിങ്ങളുടെ ഈ സെലിബ്രേഷൻ നിങ്ങളിൽ മാത്രം ഒതുങ്ങുന്ന ഒന്നല്ല, ലോകം മുഴുവനും നിങ്ങളെ അംഗീകരിച്ച് നിങ്ങളുടെ സന്തോഷത്തിൽ പങ്കുചേരുന്നതായിട്ടുള്ള ഒരു സിറ്റുവേഷൻ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാകുമെന്നാണ് പ്രപഞ്ചം പറയുന്നത്. അത് ജോലി സംബന്ധമാകാം, സാമ്പത്തികപരമാകാം, റിലേഷൻ സംബന്ധമാകാം. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഒട്ടും തന്നെ വിഷമിക്കേണ്ട കാര്യമില്ല. പ്രപഞ്ചം നിങ്ങളോടൊപ്പം തന്നെയുണ്ട്. യൂണിവേഴ്സിൻ്റെ ബ്ലെസ്സിങ് നിങ്ങളോടൊപ്പം ഉണ്ട് എന്ന് തന്നെയാണ് ഇവിടെ പ്രപഞ്ചം പറയുന്നത്. രണ്ടാമത്തെ കാർഡ് സെലക്ട് ചെയ്ത വ്യക്തിക്ക് ഇതൊരു പുതിയ തുടക്കമായിട്ടാണ് പ്രപഞ്ചം നിങ്ങളോട് പറയുന്നത്. പ്രപഞ്ചം നിങ്ങൾക്ക് വേണ്ടിയിട്ട് പുതിയ അവസരങ്ങൾ തരും. അതൊരു വിത്തിനെ പോലെയാണ്. ആ വിത്തിനെ ഏറ്റവും കൃത്യമായിട്ടുള്ള നിലത്ത് ഇടുക തന്നെ വേണം. അത് എവിടെ ഇടണം എന്നുള്ളത് നിങ്ങളാണ് തീരുമാനിക്കേണ്ടത്. പ്രപഞ്ചം നിങ്ങൾക്കൊരു അവസരം തരും. ആ അവസരം നിങ്ങൾ ഏറ്റവും കൃത്യമായ രീതിയിൽ ഉപയോഗിക്കപ്പെടണം എന്നാണ് പ്രപഞ്ചം പറയുന്നത്. ഇപ്പം നമ്മുടെ കയ്യിൽ ഒരു വിത്ത് തന്നാൽ അത് നമ്മൾ പാറപ്പുറത്താണ് ഇടുന്നതെങ്കിൽ ആ പാറപ്പുറത്ത് ഒരിക്കലും അത് വേരുറപ്പിക്കാൻ സാധിക്കില്ല, അത് ചിതറിപ്പോകും. എന്നാൽ നമ്മൾ അതിനെ ഒരു മുള്ളിൻ്റെ ഇടയിലാണ് ഇടുന്നതെങ്കിൽ ആ മുള്ളിൻ്റെ ഇടയിൽ ആ വിത്ത് വളർന്നു വരുമ്പോൾ അതിനെ മുള്ളുകൾ ഞെരുക്കിക്കളയും. ഓക്കെ, അങ്ങനെ നമ്മൾ ഈ വിത്ത് ഇടേണ്ട ഭാഗം എന്ന് പറയുന്നത് ഉഴുതുമറിച്ചതായിട്ടുള്ള ഒരു നിലത്ത് ഇടുകയാണെങ്കിൽ അത് 100 മേനി ഫലം കായ്ക്കും. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പ്രപഞ്ചം തരുന്നതായിട്ടുള്ള അവസരങ്ങളെ അത് കൃത്യമായി ഉപയോഗിക്കുകയും അതിനു വേണ്ടിയിട്ട് നിങ്ങൾ അധ്വാനിക്കുകയും വേണമെന്നാണ് പറയുന്നത്. വിത്ത് കയ്യിൽ കിട്ടിയിട്ട് നമ്മൾ എവിടെയെങ്കിലും കൊണ്ട് വെക്കുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അത് നമുക്ക് നഷ്ടമായി പോകുമെന്നാണ് പ്രപഞ്ചം ഇവിടെ പറയുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് കിട്ടുന്ന ഓരോ അവസരവും വിലപ്പെട്ടതാണെന്നും ആ വിലപ്പെട്ട അവസരത്തിന് വേണ്ടി നിങ്ങൾ പ്രവർത്തിക്കുകയും വേണമെന്ന് പ്രപഞ്ചം ഇവിടെ പറയുന്നുണ്ട്. അപ്പം എന്തായാലും 2 കാർഡ് സെലക്ട് ചെയ്തവരുടെ ജീവിതത്തിൽ യൂണിവേഴ്സ് ഏറ്റവും വലിയൊരു ബ്ലെസ്സിങ് തരാൻ പോകുന്നു. അതെങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് നിങ്ങളുടെ കയ്യിലാണ് ആ കർമ്മ ഇരിക്കുന്നത്. യൂണിവേഴ്സ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് വാതിൽ തുറക്കുമെന്ന് തന്നെയാണ് ഇവിടെ കാണിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഒരു വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു ബ്ലെസ്സിങ് ആണ്. അതുകൊണ്ട് തന്നെ അഫർമേഷൻ ചെയ്യുക, ഇതെൻ്റെ ജീവിതത്തിൽ സക്സസ് ആയി തീരുമെന്ന് വിശ്വസിക്കുക.
നമ്മൾ എന്താണോ ചിന്തിക്കുന്നത് അതാണ് നമ്മളുടെ ലൈഫ് മുന്നോട്ട് നയിക്കുന്നതായിട്ടുള്ള സ്റ്റെപ്പ്. തരുന്നതായിട്ടുള്ള അവസരത്തെ കളിയാക്കുകയാണെങ്കിൽ നമ്മൾ ഓരോ സ്റ്റെപ്പിലേക്ക് പോകുമ്പോഴും നമ്മൾ അതൊരു കളിതമാശയായിട്ട് മാത്രമായിരിക്കും നമുക്ക് തോന്നുന്നത്. നമ്മുടെ ജീവിതത്തിലും സക്സസ്സിലേക്ക് എത്താതെ നമ്മൾ പലപ്പോഴും കളിതമാശയായി മാറിപ്പോകുന്ന അവസരങ്ങൾ നമുക്കുണ്ടാകും. എന്നാൽ അതിന് വേണ്ടതായിട്ടുള്ള പരിഗണന കൊടുത്തുകൊണ്ട് അതിനെ റെസ്പെക്റ്റ് ചെയ്തുകൊണ്ട് യൂണിവേഴ്സിനോട് ഗ്രാറ്റിറ്റ്യൂഡ് അറിയിച്ചുകൊണ്ട് നിങ്ങൾ മുന്നോട്ട് പോകുകയാണെങ്കിൽ ജീവിതത്തിൽ സക്സസ് നേടാൻ സാധിക്കുമെന്ന് ഈ റീഡിങ്ങിലൂടെ പ്രപഞ്ചം നമ്മളെ അറിയിക്കുന്നുണ്ട്. താങ്ക് യു. ഗോഡ് ബ്ലസ് യു. നിങ്ങൾക്ക് പേഴ്സണൽ റീഡിംഗ് എടുക്കുവാനോ ടാരോ കാർഡ് പഠിക്കുവാനോ ന്യൂമറോളജി, റൈക്കി ഹീലിംഗ് ഇതുപോലെയുള്ള കാര്യങ്ങൾ ചെയ്യുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാം. ഓക്കെ, താങ്ക് യു. ഗോഡ് ബ്ലസ് യു.